ഇതിൻ്റെ പ്രത്യുൽപാദന രീതി എങ്ങനെയാണെന്ന് നോക്കാം. ലിംഗവ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് പ്രത്യുൽപാദന ശേഷി വളരെ കൂടുതലാണ്. കാരണം ഇതിൻ്റെ ഒരേ ജീവിയിൽ തന്നെയാണ് സ്ത്രീ പുരുഷ ഇന്ദ്രിയങ്ങൾ കാണപ്പെടുന്നത്. വർഷത്തിൽ 5 മുതൽ 6 തവണ വരെ മുട്ടയിടാറുണ്ട് ഈ ഒച്ചുകൾ. ഓരോ പ്രാവശ്യവും 200-ലധികം മുട്ടകൾ ഇടാറുണ്ട്. അതിൽ 90% മുട്ടയും വിരിയുന്നു എന്നതാണ് സത്യം. കുറഞ്ഞത് 15 ദിവസം എടുത്തിട്ടാണ് ഈ മുട്ട വിരിയുന്നത്. കുറഞ്ഞത് 7 മുതൽ 15 വർഷം വരെ ജീവിക്കാനുള്ള കഴിവ് ഈ ഒച്ചുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയുടെ വംശവർദ്ധനവ് ഭീമമായ തോതിൽ നടക്കുകയും പെട്ടെന്ന് തന്നെ ഇത് പെറ്റുപെരുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നശിപ്പിക്കുക എന്നത് വളരെ പ്രയാസമേറിയ ഒന്നാണ്. 6 മാസം കൊണ്ടാണ് ഇത് പൂർണ്ണ വളർച്ചയിലെത്തുന്നത്. രാത്രിയിലാണ് ഇതിൻ്റെ ഇര തേടലും സഞ്ചാരവും നടക്കുന്നത്. എന്നാൽ പകൽ സമയത്ത് ഇത് മണ്ണിൽ ആഴ്ന്നിറങ്ങിയിട്ട് അവിടെ വിശ്രമിക്കുകയാണ് പതിവ്. അനുകൂല സാഹചര്യത്തിൽ 5 മുതൽ 10 വർഷം വരെ ജീവിക്കാൻ കഴിയുന്ന ഈ ഒച്ചുകൾ പ്രതികൂല സാഹചര്യ സമയത്താണെങ്കിൽ, അതായത് നല്ല കൊടും ചൂടുള്ള സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് പ്രതികൂലമായിട്ടുള്ള സാഹചര്യമാണെങ്കിൽ അതിൻ്റെ തോടിനകത്ത് കയറി സമാധിയിരിക്കാൻ കഴിയുന്ന 3 വർഷത്തോളം അങ്ങനെ അതിനകത്ത് മാത്രം ഇരുന്ന് ജീവിക്കാനും കൂടി കഴിയുന്ന ഒന്നാണ് ഈ ഒച്ചുകൾ. അതുകൊണ്ട് തന്നെ ഇതിനെ നശിപ്പിക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ആ 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് തോടിനകത്ത് ഇരിക്കുന്നതിനെ പറയുന്നതാണ് ഹൈബർനേഷൻ എന്ന്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരിക്കലും അതിനെ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാനോ സാധിക്കില്ല.